സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തിന് കഴിഞ്ഞ സർക്കാരിനെ പഴിച്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് ആരോഗ്യമേഖലയുടെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ രോഗങ്ങൾ ഉണ്ടാകുമെന്ന മുരളീധരന്റെ പഴയ പ്രസംഗമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആയുധം. ആരോഗ്യവകുപ്പ് പൂർണ്ണ പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതോടെ പ്രതിപക്ഷം സഭ വിട്ടു. സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണമീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പകർച്ചവ്യാധി രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും വകുപ്പിലെ പ്രതിസന്ധിക്ക് കഴിഞ്ഞ സർക്കാരാണ് കാരണമെന്നുമാണ് മുരളീധരൻ ആരോപിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളപ്പോൾ ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്താൻ കഴിയില്ലെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുപടി. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ എന്ത് മുന്നൊരുക്കമാണ് നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എപ്പോഴൊക്കെ നിപ്പ വന്നോ ആ ഘട്ടത്തിലെല്ലാം ആരോഗ്യമന്ത്രി തൊട്ടടുത്ത സമയം അവിടെ എത്തുകയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകോപനം നടത്തുകയും എല്ലാറ്റിനെയും ഏകോപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, ഇവിടെ എത്ര ദിവസം എടുത്തു ബഹുമാനായ ആരോഗ്യമന്ത്രി നിപ്പ ബാധിച്ച കോഴിക്കോടെത്താൻ? മറ്റെല്ലാം മാറ്റിവെച്ച് അവിടെ എത്തി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും ഏകോപിപ്പിക്കാൻ ശ്രമിക്കണ്ടേ? ആ ശ്രമം ഉണ്ടായോ? കെ മുരളീധരന്റെ പഴയ ഏറണം കെട്ടവൻ പരാമർശവും പ്രതിപക്ഷം നിയമസഭയിൽ പ്രയോഗിച്ചു. മുരളീധരന് ദീർഘവീക്ഷണശ്രീ അവാർഡ് കൊടുക്കണമെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ PA മുഹമ്മദ് റിയാസിന്റെ പരിഹാസം. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. ഇത്ര ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഇതുപോലെ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രസ്താവന നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്തില്ല എന്നുള്ളതാണ് സാർ അവർ ചൂണ്ടിക്കാട്ടിയത്. അതിന്റെ ഭാഗമായി ദീർഘവീക്ഷണ സ്ത്രീ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് നൽകണമെന്നുള്ള അഭിപ്രായം പറഞ്ഞു സാർ. കോഴിക്കോടിനൊരു മന്ത്രിയില്ല, ഒരു DMO എങ്കിലും തന്നുകൂടെ എന്ന് മുഹമ്മദ് റിയാസിന്റെ ചോദ്യം. അതിനും 2.5 വർഷം കാത്തിരിക്കണോ എന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിക്കൊണ്ട് റിയാസ് ചോദിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിപ്പ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ആരോഗ്യമന്ത്രി പറഞ്ഞപ്പോൾ ഭരണപക്ഷം കൈയടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സർക്കാർ എരണം കെട്ടതുകൊണ്ടല്ല, രോഗത്തിന്റെ മാരകശേഷിയാണ് മരണത്തിന് കാരണമായതെന്നും പിണറായി. ആ എരണം കെട്ടവർ ചെയ്തൊരു കാര്യങ്ങളുണ്ടായിരുന്നു. അത് മരണപ്പെട്ടവരുടെ എണ്ണം ആ വർഷത്തത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചപ്പോൾ സർ അപ്പുറത്ത് കൈയടിക്കുന്നത് കേട്ടല്ലോ. അത് എരണം കെട്ടവരായതുകൊണ്ടല്ല, ആ രോഗത്തിൻ്റെ മാരകമായ പ്രകടനശേഷിയാണത് കാണിക്കുന്നത്. UDF സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള 2ാമത്തെ അടിയന്തര പ്രമേയ നോട്ടീസും സ്പീക്കർ തള്ളി. ഇതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.